വിമുക്ത ഭടന്മാരുടെ പൊന്നാനി ബ്ലോക്ക് തല കുടുംബ സംഗമവും ജനറൽ ബോഡി യോഗവും എടപ്പാൾ കുളങ്ങര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. എടപ്പാൾ കുളങ്ങര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിമുക്ത ഭടന്മാരുടെ പൊന്നാനി ബ്ലോക്ക് തല കുടുംബ സംഗമവും ജനറൽ ബോഡി യോഗവും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് കേണൽ PM ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നാം സംഘടിക്കേണ്ട ആവശ്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലം 8ാം ശമ്പള കമ്മീഷൻ. ഞാൻ എൻ്റെ സുഹൃത്തോട് സംസാരിക്കുന്ന നേരത്തെ പറഞ്ഞാൽ 946 മുതൽ 55 രൂപയ്ക്കായിരുന്നു ശമ്പളം. ഇന്ന് നമുക്ക് മിനിമം ഇന്ന് വന്നിട്ട് 18,000 കിട്ടുന്നവർക്ക് അതിന് 55 രൂപ. ചിലവരൊക്കെ 56 രൂപ പഠിച്ചുള്ള സർവീസ് ചെയ്ത ആൾക്കാരുടെ ഇരിക്കുന്നുണ്ട്, പേര് പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ലെവലിലാണ് അന്നത്തെ കാലത്ത് സർക്കാർ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ അവർക്ക് പട്ടിണി തുടക്കാനുള്ള ആവശ്യങ്ങളായിരുന്നു കൂടുതൽ. വീടും വെളിച്ചവും വിദ്യാഭ്യാസമായിരുന്നു. അന്നത്തെ മാറ്റം വന്നെങ്കിൽ നമുക്ക് ഏകദേശം 75-76 വയസ്സ് വരെ ജീവിക്കാനുള്ള ദൈവം കടാക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഒപ്പം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയണം. ഈ പറയുന്ന ശമ്പള കമ്മീഷൻ വരുന്നത് ഒരു ജസ്റ്റിസും ആ 2 IPSകാരും വിരമിച്ച സൈനികർക്കുള്ള ECHS ചികിത്സാ ആനുകൂല്യങ്ങൾ വിപുലീകരിച്ച് കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ ചികിത്സാ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനെക്കുറിച്ച് OIC ECH പൊന്നാനി ബ്ലോക്ക് രക്ഷാധികാരി കേണൽ വിജയ് കൃഷ്ണകുമാർ സംസാരിച്ചു. പെൻഷൻ, OROP, CSD തുടങ്ങിയ ആനുകൂല്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ആദരിക്കൽ ചടങ്ങും നടന്നു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണൻ മഞ്ഞക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വരവ് ചിലവ് കണക്ക് ET വിശ്വനാഥനും അവതരിപ്പിച്ചു. സംസ്ഥാന രക്ഷാധികാരി വർഗീസ് കാപ്പിൽ, KSESL മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി MP ഗോപിനാഥൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MC പ്രഭാകരൻ, മഹിളാ വിംഗ് ജില്ലാ പ്രസിഡന്റ് കോമളം S നായർ, പൊന്നാനി ബ്ലോക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് ധനലക്ഷ്മി ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. KSESL പൊന്നാനി ബ്ലോക്ക് സെക്രട്ടറി P രാജശേഖരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് MB അജിത് കുമാർ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ.